ഇതാ അതിലൊരു സാധനം കൂടി മറന്നിട്ടുണ്ട് കേട്ടോ, വെള്ളപ്പം. വെള്ളപ്പം അല്ലടാ, വെള്ളയപ്പം. വെള്ളയപ്പം കേട്ടോ, വെള്ളയപ്പം പറഞ്ഞേ, വെള്ളയപ്പം. ആ, അജ്മാനിലെ ചായക്കടയിലെ ഡിന്നറിന് കുറച്ച് പുതിയ വിഭവങ്ങൾ വന്നിട്ടുണ്ട്. ആഷിക്കേ, നിന്നെക്കാൾ വലിപ്പമുള്ള മീനാണല്ലോ ഇത്. എന്ത് മീനാ ഇത്? കാളാഞ്ചി തവ ഫ്രൈ. അയില തവ ഫ്രൈ. ഓ, ഫിഷിന്റെ ബോളാണല്ലോ. ഇത് നമ്മുടെ ചായക്കടയിലെ സ്പെഷ്യൽ മാംഗോ കറി. സ്പെഷ്യൽ മാംഗോ കറി. സ്പെഷ്യൽ മാംഗോ കറി. എന്ത് മീനാ ഇത്? ആ കിങ് ഫിഷ്. കിങ് ഫിഷ്. പിന്നെ ഇത് അടുത്ത ഐറ്റം സീബ്രീം പൊള്ളിച്ചതാണ് കേട്ടോ. സീബ്രീം പൊള്ളിച്ചത്. സീബ്രീം പൊള്ളിച്ചത് മീനിന്റെ ഒരു ചാകരയാണ് കേട്ടോ. സീബ്രീം ഇതൊക്കെ നിങ്ങൾ പുതിയ ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലേ? സ്പെഷ്യൽ മസാലയാണ് ഇത്. നല്ല ക്യാരറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഹെൽത്തിയുമാണ് ടേസ്റ്റിയുമാണ്. ഇത് നമ്മുടെ പുതിയ സിഗ്നേച്ചർ ഐറ്റം പാൽച്ചട്ടി പൊറോട്ട. ബീഫിലുണ്ട്, അതുപോലെ ചിക്കൻ. ബുൾസൈ കണ്ടോ, പാൽച്ചട്ടി പൊറോട്ട. പാൽച്ചട്ടി പൊറോട്ട. പാൽക്കപ്പ ബീഫ്. ഇത് ബീഫ് തട്ടുകട ഫ്രൈ. ഫിഷ് ഫില്ലറ്റ് തവ. പച്ചക്കുരുമുളക് മസാലയാണ്, നല്ല സ്പൈസി മസാല ആണോ? പച്ചമുളകും പച്ചക്കുരുമുളകും സ്പൈസി മസാല. ഇത് നമ്മളെ ചാർക്കോൾ സ്പെഷ്യൽ തന്തൂരി ചിക്കൻ ചാർക്കോൾ. ഇതുപോലെ സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക് പെരി ചിക്കൻ ചാർക്കോൾ. തീർന്നിട്ടില്ല, ഇനിയും വരുന്നുണ്ട്. നോർമൽ ചിക്കൻ ചാർക്കോൾ. എത്രത്തോളം വെറൈറ്റി ഉണ്ട് ചാർക്കോളിൽ? ചാർക്കോൾ ഒരു 7 വെറൈറ്റികളുണ്ട്. പെപ്പർ വരുന്നുണ്ട്, ഗ്രീൻ ചില്ലി ഉണ്ട്, ഗ്രീൻ മാംഗോ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഗ്രീൻ മാംഗോ. എന്താ നമ്മുടെ ചാർക്കോൾ ഏതെടുത്താലും അതിൻ്റെ കൂടെ വരുന്ന സെറ്റ് ആയത് ഹമ്മൂസ് ഉണ്ട്, കുബൂസ്, പിന്നെ ഗ്രീൻ ചട്നി, ഗാർലിക് പേസ്റ്റ്. ചായക്കടയുടെ സ്പെഷ്യൽ, വൺ ഓഫ് ദ സ്പെഷ്യൽസ് ആണ് കേട്ടോ ഇത്. ഒരു 1.5 ബീഫ് ബിരിയാണി. കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം, കഴിക്കാത്തവർ തീർച്ചയായിട്ടും കഴിച്ചു നോക്കേണ്ട ഒരു സാധനം തന്നെയാണ് കേട്ടോ. കണ്ണും പൂട്ടി കഴിക്കാം, അത്ര ടേസ്റ്റാണ്. ചായക്കടയുടെ മറ്റൊരു സിഗ്നേച്ചർ ഡിഷാണിത് കേട്ടോ, നെയ്പ്പത്തൽ. ഒരുപാട് സ്ഥലത്ത് നെയ്പ്പത്തലുണ്ട്, പക്ഷെ ഇവിടുത്തെ നെയ്പ്പത്തലിന് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് കഴിച്ച് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇതും ബീഫും 1.5 കോമ്പിനേഷനാണ്. കല്ലപ്പം, നീർദോശ, മടക്ക് ചപ്പാത്തി, പൊറോട്ട. നിങ്ങൾ ഈ അപ്പോ ഈ മീൻകറിയും കൂട്ടി ഒന്ന് കഴിച്ചിട്ടെന്ന് അഭിപ്രായം വന്നായി. മാംഗോ കറി ആ മതി, ഞങ്ങൾക്ക് കഴിച്ചു നോക്കട്ടെ. അത്രയ്ക്ക് സ്പെഷ്യലായത് അടിപൊളിയായി ആണോ? കഴിച്ചു നോക്കട്ടെ. മാങ്ങ, പച്ച മാങ്ങ. ആഷിക്ക് വെറുതെ പറഞ്ഞല്ല കേട്ടോ. നിങ്ങൾ എന്തോരം ഡിഷസാ ഡിന്നറിന് ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ചായക്കടയിൽ, അജ്മാനിലെ ചായക്കടയിൽ ഡിന്നറിന് കുറേയധികം വിഭവങ്ങൾ അവരിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാം കഴിച്ച് നോക്കിയിട്ടില്ല ഉള്ള സത്യം പറയാം. പക്ഷേ കഴിച്ച് നോക്കിയതൊക്കെ ഒന്നിനൊന്ന് മെച്ചം തന്നെ കേട്ടോ, സംശയം വേണ്ട. അജ്മാനിൽ പോകുന്ന, അജ്മാനിലുള്ളവരും അതുപോലെ അജ്മാനിൽ വരുന്നവരും എന്തായാലും ഇവിടെ വന്നിട്ട് ഇവരുടെ ഈ സ്പെഷ്യൽ ഡിഷസ് നമുക്ക് എല്ലാവർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാവില്ല. ചിലർക്ക് മീൻ, ചിലർക്ക് ചിക്കൻ, ബീഫ്, എന്താണെങ്കിലും ഇവരുടെ ഐറ്റംസ് അടിപൊളിയായിട്ടുണ്ട്. വെറുതെ പറയണമല്ല, ഞാൻ കഴിച്ച ഐറ്റംസൊക്കെ എനിക്ക് സൂപ്പറായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ലഞ്ചിനും കുറേ ഐറ്റംസ് എഡിയിട്ടുണ്ട്. പിന്നെ വെള്ളിയാഴ്ച ലഗോൺ ചിക്കൻ ബിരിയാണി. നിങ്ങളുടെ ബീഫ് ബിരിയാണി അല്ല നമ്പർ 1. ഓ, പിന്നെ ഉമ്മൽക്കുന്ന്, ഷാർജന്ന് പലയിടത്തും കഴിക്കാൻ ബീഫ് ബിരിയാണി കഴിക്കാനായിട്ട് വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പോകുന്നത് നമുക്ക് ബീഫ് ബിരിയാണിയാണ്. ഇവരുടെ ഹൈലൈറ്റ് ബീഫിന്റെ എല്ലാ ഡിഷസും ഇവരുടെ ഹൈലൈറ്റ് ആണ് കേട്ടോ. ഇവരുടെ ആ ബീഫ്, ഒരു ഡ്രൈ ഫ്രൈ ഉണ്ടായിരുന്നില്ല മുമ്പ്, അതില്ലേ ഇപ്പൊ? അതുകൊണ്ട് പുതിയ ഇറക്കിയാണ് ബീഫ് തട്ടുകട. തട്ടുകട ബീഫാ. അന്ന് കഴിച്ചു നോക്ക്. ഞാൻ ഇങ്ങനെയെല്ലാം നല്ലതല്ലെന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഇവരൊക്കെ വിചാരിക്കും ഞാൻ വെറുതെ പറയണതാണ്. നല്ല കേട്ടോ, ശരിക്കും നല്ലതാവും. നല്ല രുചി. രാത്രി 2 മണി വരെ ഷോപ്പുണ്ട്. ആണല്ലേ? ലൊക്കേഷൻ കൂടി ഒന്ന്, ലൊക്കേഷൻ ആർക്കാ അറിയാത്തത്? പറഞ്ഞു കൊടുത്താൽ നല്ലതായിരുന്നു. പറഞ്ഞു കൊടുക്കാലോ. നമ്മുടെ ലുലുവും കെയിം ട്രേഡിംഗ് ഒക്കെ ഉള്ള ആ ഒരു മെയിൻ ജംഗ്ഷൻ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ ജംഗ്ഷൻ എന്ന് പറയും, അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് ആസ്റ്റലില്ലേ, ആസ്റ്റലിന്റെ ഇപ്പുറത്ത് ഒന്നും വേണ്ട, ഗൂഗിളിൽ പോയിട്ട്
അജ്മാൻ ചായക്കട എന്ന് ടൈപ്പ് ചെയ്താൽ മതി. മാപ്പ് നേരെ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാൻ പുറകിൽ പാർക്കിംഗ് ഉണ്ട്, ഇഷ്ടം പോലെ പാർക്കിംഗ് ഉണ്ട്, ഫ്രീ പാർക്കിംഗ് ആണ്. നിങ്ങൾക്ക് വന്നാൽ കഴിക്കാം. അതുപോലെ ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറയുന്നത് നല്ലൊരു വൈബാണ്. നിങ്ങൾക്ക് പുറത്തിരിക്കണമെങ്കിൽ പുറത്തിരുന്ന് കഴിക്കാം. ഇവർക്ക് അതിന് വേണ്ടുന്ന സ്പേസ് ഒക്കെ ഉണ്ട്. അകത്തിരിക്കണമെങ്കിൽ അങ്ങനെ ഇരുന്ന് കഴിക്കാം. ഇനി ഫാമിലിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ റൂംസ് ഉണ്ട്, ടേക്ക് അവേ ഉണ്ട്, നിങ്ങൾ ഡെലിവറും ചെയ്യും അല്ലേ? ഡെലിവറി ഉണ്ട് ഇവർക്ക്. വൈകിട്ടൊരു 3 മണിക്ക് ശേഷം അജ്മാൻ വഴി കടന്നു പോവുകയാണെങ്കിലേ ചായക്കടയിൽ നിന്ന് ഒരു ചായ കുടിക്കാതെ പോലെ. ഇത് കണ്ടോ, ഈ കണ്ണാടിപ്പെട്ടി നിറയെ പലഹാരങ്ങളാണ്. അതിൻ്റെ 45-ലധികം ഐറ്റംസ് ഉണ്ട്. ആഷിക്കേ, ഇവിടെ ഒരാളിങ്ങനെ ഓടി നടക്കുന്നുണ്ടോ മോനേടാ? ഈ ഇരിക്കുന്ന എന്താ, ഈ വാഴയിലയിൽ ഇരിക്കുന്ന ഇത്? കുമ്പളപ്പം അല്ലേ? ആ ഓക്കെ ഓക്കെ. മറ്റേ വേറൊരു ഇലയിലല്ലേ ഇത് വരുന്നത്? ആക്കിയിട്ട് വെച്ചതാ അല്ലേ? എത്ര ഐറ്റം ഉണ്ട് എല്ലാം കൂടെ? 45. ഇതായത് ഉണ്ടോ, ഇവനെ ആഷിക്കേ ഒരു വിളി വിളിച്ചാൽ മതി, ഇവിടെയൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടാവും. നമ്പർ 1 ഫിഷ്, നല്ല ടേസ്റ്റ്. ഇങ്ങനത്തെ ടേസ്റ്റ് കഴിച്ചില്ല. നമ്പർ 1.